ഈശംസിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. കൊറിന്തോസ്യർക്ക് എഴുതിയ 2 ലേഖനം 12 അധ്യായം 9 തിരുവചനം. നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ബലഹീനരായ മനുഷ്യരാണ്. ആരും പൂർണ്ണരാക്കപ്പെടുന്നില്ലല്ലോ. പൂർണ്ണനാകുന്നത് ദൈവിക സാന്നിധ്യം നിറയുമ്പോഴാണ്. ഈ കാൽവരി യാത്രയിൽ നമുക്ക് ആവശ്യമുള്ളത് ദൈവത്തിൻ്റെ കൃപയാണ്. ഈശോ നടന്നു നീങ്ങിയ അതേ വഴികളിലൂടെ നമ്മുടെ ജീവിതവും നടന്നു പോകാറില്ലേ? പലപ്പോഴും എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ മുഖം കുത്തി നിലത്ത് വീണ് കിടന്നിട്ട് വീണ്ടും എഴുന്നേക്കാൻ കഴിയാതെ പോകുന്നത്? അവിടെ നിന്നും ഒരു രക്ഷയിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ കഴിയാതെ പോകുന്നത്? കാരണം ഒന്നേ ഉള്ളൂ, കാൽവരി യാത്രയിൽ അപ്പൻ്റെ കൃപ മകൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൻ്റെ ശക്തി മകൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപ്പാ നിൻ്റെ ഇഷ്ടം മാത്രം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് ആരംഭിച്ചത്. നമ്മുടെ ജീവിതങ്ങളും ഇങ്ങനെ തളർന്നു പോകുമ്പോൾ, മുഖം കുത്തി നിലത്ത് വീണ് കിടക്കുമ്പോൾ കർത്താവിൻ്റെ ശക്തിക്കായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. ബലഹീനതയിൽ അവൻ്റെ കൃപയുണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമാക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതയാത്രയിലും കർത്താവിൻ്റെ കൃപ കൂടെ ഉണ്ടാകട്ടെ. അപ്പോൾ ഒരിടത്തും പരാജയപ്പെടാതെ എല്ലാ ബലഹീനതകളെയും പൂർണ്ണമാക്കുന്ന ഒരു ക്രിസ്തു സാന്നിധ്യമായി ഈശോ നമ്മുടെ കൂടെ ഉണ്ടാകും. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.